ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മാജിക് ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാട്ടാം. അപ്പോൾ നമ്മൾ വാട്ടി കുഴച്ചെടുത്തിട്ടുള്ള മുഴുവനായിട്ടുള്ള ചപ്പാത്തി ഞാനിതാ കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചുട്ടെടുക്കാനായിട്ട് പോവട്ടാ. വളരെ എളുപ്പത്തിൽ എല്ലാ വീട്ടമ്മമാർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് അരിച്ചു കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് കൈ വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ വെള്ളം ചെറിയൊരു ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിത് കൈവച്ച് കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി മാവ് നല്ലപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഞാനിതാ ചപ്പാത്തി കല്ലൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോ ഉരുള നമ്മളൊന്ന് ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ള പൊടി നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചപ്പാത്തിയുടെ പലകയിലേക്ക് ഒരല്പം പൊടിയൊന്ന് തൂവി കൊടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലേ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്നുകൊണ്ട് പരത്തിയെടുക്കാം. നമുക്കിതൊരു ലിഡ് വെച്ചിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. പരത്തുമ്പോൾ ഷേപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എനിക്കൊക്കെ പരത്തുമ്പോൾ അത്ര അങ്ങോട്ട് ഷേപ്പ് വരാറില്ല. ഞാൻ ഇതേപോലെ ഒരു ലിഡ് വെച്ചിട്ട് നമ്മളൊന്ന് വെട്ടിയെടുക്കാറാണ് പതിവ്. ഞാനിതാ ഇതേപോലെ ഒരു ലിഡ് വെച്ചിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി നമ്മളൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിതാ ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് നമ്മളൊരല്പം പൊടിയൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അങ്ങ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഞാനെല്ലാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ചപ്പാത്തിയും നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് കുക്കറിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയിലും ഇതേപോലെ ഒരല്പം എണ്ണ ഒന്ന് തൂത്തിട്ട് നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഓരോ ചപ്പാത്തിയുടെ മീതെ നമ്മൾ ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ അടുത്തൊരു ചപ്പാത്തി നമുക്ക് ഇതേപോലെ അങ്ങ് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. എല്ലാം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലും മതിയാവും.
അപ്പോൾ നമ്മൾ എല്ലാ ചപ്പാത്തിയുടെ മീതെ കണ്ടില്ലേ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെക്കരുത്, ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി റെഡിയായി കിട്ടും. ഇതാ നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ വെച്ചിട്ട് 10 മിനിറ്റ് ആവാറായിട്ടാണ്, കണ്ടില്ലേ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ചപ്പാത്തി എന്തായിന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കട്ടോ. ഇതാ നമ്മുടെ നല്ല ചൂടുണ്ട്. നമ്മുടെ ചപ്പാത്തി എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ചെറുതായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല. നമ്മുടെ ആ ഒരു ബട്ടർ പേപ്പർ നമ്മുടെ ആ ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് പിടിച്ചു പോയി, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തി നമുക്ക് മാറ്റി വെക്കാം, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് 10 മിനിറ്റേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പൊള്ളച്ച് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല, കണ്ടില്ലേ. നല്ല പോലെ അങ്ങോട്ട് പൊന്തി വരണ്ടേ, വീർത്ത് വരണ്ടേ, അത് വന്നിട്ടില്ല, കണ്ടില്ല. നമ്മളിത് കുക്കറിൽ അട്ടിയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാട്ടോ ഇതേപോലെ ഇങ്ങനെ അമിഞ്ഞ് കിടക്കുന്നത്, കണ്ടല്ലോ. അത്രമാത്രം പ്രശ്നമുള്ളൂ. 2 വശവും നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും നമുക്ക് വേവാതെ കിട്ടിയിട്ടില്ല കേട്ടോ, കണ്ടില്ലേ. പൊള്ളച്ച് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസും കൂടെയാണ്. അപ്പോൾ ഒരുപാട് ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു 6-7 ചപ്പാത്തി കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.